കണ്ണൂർ ഇരട്ടിപ്പുഴയിൽ കാണാതായ കോളേജ് വിദ്യാർത്ഥികളെ കണ്ടെത്താനായിട്ടില്ല ഇനിയും. അഗ്നിരക്ഷാ സേനാ സ്ഥലത്ത് തെരച്ചിൽ തുടരുകയാണ്. എടയന്നൂർ സ്വദേശി ഷഹർബാന, ചക്കരക്കൽ സ്വദേശി ശ്രീലക്ഷ്മി എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത്. സജോ ദേവസിയാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, ഗുഡ് മോർണിംഗ്. ദുഃഖകരമായ വാർത്തയാണ്. കുട്ടികളുടെ ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. വലിയ ഒഴുക്കുള്ള സ്ഥലമൊക്കെയാണോ സജോ? ഹാഷ്മി, സ്മിത, ഇത് പഴശ്ശി ജലാശയത്തിൻ്റെ ഭാഗമാണ് ഇരിട്ടിപ്പുഴ. അതിൽ ഈ പഴശ്ശി ജലാശയം അതിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട്, നല്ല അടിയൊഴുക്കുണ്ട്. ഇപ്പോൾ മലവെള്ളം കാര്യമായി എത്തുകയും നല്ല ഒഴുക്ക് രൂപപ്പെടുകയും പൂർണ്ണമായും, അതായത് അടിത്തട്ടിലെ മണലും മറ്റുമൊക്കെ ഒഴുകിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം പൂർണ്ണമായും കുറച്ച് നാളുകളായി മഴ തുടങ്ങിയതിന് ശേഷം ഷട്ടർ തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല അടിയൊഴുക്കുണ്ട്. അതാണ് ഈ രക്ഷാപ്രവർത്തനത്തെയും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഇരിട്ടി സിഗ്ബ കോളേജിലെ സൈക്കോളജി ബിരുദ വിദ്യാർത്ഥികളാണ് ഷഹർബാനയും സൂര്യയും. അവർ സഹപാഠിയുടെ വീട്ടിലേക്ക് അവരുടെ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പടിയൂർ പൂവം ഭാഗത്തുള്ള സഹപാഠിയുടെ വീട്ടിലേക്ക് എത്തിയതാണ്. ആ ഘട്ടത്തിൽ അവർ ചിത്രങ്ങൾ എടുക്കാനും മറ്റും ഇരിട്ടി പുഴയുടെ ഓരത്തേക്ക്, അതായത് പൂവം ഭാഗത്ത് വീടിനോട് ചേർന്ന സഹപാഠിയുടെ വീടിനോട് ചേർന്ന ഈ ഭാഗത്തേക്ക് എത്തുകയും അവർ ചിത്രങ്ങളും മറ്റുമൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് ആ കൂട്ടത്തിൽ അവർ പുഴയിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒരാൾ ഇറങ്ങി, മറ്റേയാളൊന്ന് കയ്യിൽ പിടിച്ചു. ആ ഘട്ടത്തിലാണ് വലിയ തോതിൽ ഒഴുക്കുണ്ടായി. ഒരാൾ വീണുപോയി. മറ്റേയാളെ രക്ഷിക്കാമെന്ന് കരുതി പെട്ടെന്ന് രണ്ടാമത്തെ ആൾ കൂടി താഴേക്ക് ഇറങ്ങിയതാണ്. പിന്നാലെ ഒഴുക്കിൽപ്പെട്ടു. അവിടെ മത്സ്യബന്ധനത്തിനായി മറ്റും ആളുകളുണ്ടായിരുന്നു. അവർ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. പക്ഷേ നല്ല ഒഴുക്കുണ്ടായിരുന്നു, രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് നാട്ടുകാരൊക്കെ എത്തി, അവരിൽ കഴിയുന്നവരൊക്കെ ഇറങ്ങി നോക്കി. പിന്നീട് ഫയർഫോഴ്സും തിരച്ചിൽ നടത്തി. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല അടിയൊഴുക്കാണ്. അതുകൊണ്ട് തിരച്ചിൽ വളരെ ശ്രമകരമായിരുന്നു. ഇന്നലെ രാത്രി വരെയും തിരച്ചിൽ നടത്തി. പിന്നീട് ഈ വെളിച്ചക്കുറവ് ഉള്ളതുകൊണ്ട് തിരച്ചിൽ നിർത്തി. പുലർച്ചെ തന്നെയും വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ സുരക്ഷിതമായ അകലത്തിൽ നിൽക്കുന്നതായിരിക്കും. അതീവ ദുഃഖകരമായ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ആ വിദ്യാർത്ഥിനികൾ ആ പരീക്ഷയൊക്കെ കഴിഞ്ഞതിൻ്റെയും ആഹ്ലാദത്തിലാണ് സഹപാഠിയുടെ വീട്ടിലെത്തിയും സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്ത്. ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. ശരി, സജോ ദേവസിയാണ് വിവരം നൽകിയത്. നമ്മൾ ആ ഒരു തിരുത്തുണ്ട്, ചക്കരക്കൽ സ്വദേശി സൂര്യ, പിന്നെ അതോടൊപ്പം തന്നെ എടയന്നൂർ സ്വദേശി ഷഹർബാന. നമ്മൾ നേരത്തെ പേരൊന്ന് തെറ്റിയാണ് പറഞ്ഞത്. സൂര്യ. ഇപ്പോൾ നേരത്തെ സജോ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ദൃശ്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു തോന്നലുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഓർക്കുക. വളരെ നമ്മൾ മഴക്കാലം തുടങ്ങുമ്പോൾ ഒക്കെ ഇപ്പോൾ പലയാവർത്തി നമ്മൾ പറയുന്നതാണ്, മഴക്കാലമാണ്, ജലാശയങ്ങൾ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന സമയമാണ്. ഈ സമയം അതിലോട്ട് കളിക്കാനോ ചിത്രങ്ങൾ എടുക്കാനോ കുളിക്കാനോ ഒന്നും പരമാവധി പോകാതിരിക്കാൻ ശ്രമിക്കുക, നമ്മളെപ്പോഴും പറയുന്നതാണ്. പക്ഷേ സങ്കടം വന്നോണം ആവർത്തിച്ച വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുക.